കൊച്ചി പുറംകടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ കാരണം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ വലയുന്നു. കണ്ടെയ്നർ ഭാഗങ്ങൾ കുടുങ്ങിയത് കാരണം കൊല്ലം അഴീക്കലിലെ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. ട്രോളിംഗ് നിരോധന സമയത്ത് വലകൾ നശിച്ചതിലൂടെ വരുമാനം നിലച്ചതിനൊപ്പം സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ കൂടുതലും കൊല്ലത്തെ വിവിധ തീരങ്ങളിലാണ് അടിഞ്ഞത്. ഭൂരിഭാഗം കണ്ടെയ്നറുകളും കടലിൽ മുങ്ങി. ഇതാണ് ഇപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. വല വീശിയാൽ മീനിന് പകരം കിട്ടുന്നത് കണ്ടെയ്നറിൽ നിന്നും വീണ വസ്തുക്കളും കണ്ടെയ്നർ അവശിഷ്ടങ്ങളും. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇത് കാരണമുണ്ടാകുന്നത്. കപ്പലിൽ നിന്ന് മറിഞ്ഞുപോയ കണ്ടെയ്നർ പല സ്ഥലങ്ങളിലും ഇത് വെള്ളത്തിന്റെ അടിത്തട്ടി കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ തട്ടിയാണ് ഞങ്ങളുടെ വല ഈ 3 പ്രാവശ്യം നഷ്ടം സംഭവിച്ചു. ഞങ്ങളുടെ 480 കിലോ വലയും 250 കിലോ വെയിറ്റ് 200 കിലോ റോപ്പ് ഇത്രയും അന്നത്തെ ദിവസം ഞങ്ങൾക്ക് നഷ്ടമായി. ട്രോളിംഗ് നിരോധന കാലയളവ് വലിയ പ്രതീക്ഷയോട് കണ്ട പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടാവുന്നത്. ഡിപ്പാർട്ട്മെന്റ് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിച്ച് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നഷ്ടം വരിക എന്നുള്ളതാണ്. പഴയ ഉടക്ക് മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം GPS നമ്പരും പൊസിഷൻ നമ്പരും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ പുതിയ ഉടക്ക് വരുന്നതനുസരിച്ച് എല്ലാ മത്സ്യത്തൊഴിലാളികളും വല നഷ്ടപ്പെടുന്നുണ്ട്. മത്സ്യലഭ്യതയ്ക്ക് സാധ്യതയുള്ള ഈ കാലയളവിൽ വലകൾ നശിക്കുന്നതിനാൽ മത്സ്യബന്ധനം മുടങ്ങുന്നു. നിരവധി പരാതികൾ പറഞ്ഞിട്ടും വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ മാത്രം ഉണ്ടായില്ലെന്നും തൊഴിലാളികൾ പരാതി പറയുന്നു. സർക്കാർ സഹായത്തിലാണിപ്പോൾ ഇവരുടെ പ്രതീക്ഷ. മീഡിയ 1 കൊല്ലം.